ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം. ഇന്നയോളം നമ്മെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. വചനം നമ്മോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ സംസാരം എപ്പോഴും ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മറുപടി, നമ്മുടെ സംസാരം അത് കേൾക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് ആയിരിക്കണം. ഉദാഹരണത്തിന്, കേൾക്കുന്ന വ്യക്തിയുടെ ബൗദ്ധിക നിലവാരം, കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനുള്ള കഴിവ്, ദുഃഖത്തിലായിരിക്കുന്നവർ, നിരാശയിലായിരിക്കുന്നവർ, സന്തോഷത്തിലായിരിക്കുന്നവർ, അമിത പ്രതീക്ഷയിലായിരിക്കുന്നവർ, ഇങ്ങനെ പലതരത്തിൽ ആയിരിക്കും ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥ. ഓരോ വ്യക്തിയെയും പ്രകോപിപ്പിക്കാതെ ആ വ്യക്തിയിൽ സമാധാനമുണ്ടാക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സംസാരത്തിൽ കരുണ ഉണ്ടായിരിക്കണം, ദയുണ്ടായിരിക്കണം, ദീർഘക്ഷമയുണ്ടായിരിക്കണം എന്ന്. സംസാരം ഒരു ഔഷധമാണ്. അതുപോലെ വിപരീത ഫലം കൊണ്ടുവരുവാനും അതിന് കഴിവുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. വിശുദ്ധ യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാവ് ഒരു അഗ്നിയാണ്. ആ നാവിനെ ദുരുപയോഗം ചെയ്താൽ അത് കാട്ടുതീ പോലെ പലതും നശിപ്പിച്ചു എന്ന് വരാം. യേശുക്രിസ്തുവിന്റെ സംസാര രീതി നമുക്ക് അനുകരിക്കാം. യേശു ആരെയും തിരസ്കരിച്ചിട്ടില്ല, ചെറുതാക്കിയിട്ടില്ല, ആരെയും അപമാനിച്ചിട്ടുമില്ല. ശത്രുക്കളോട് പോലും ഏറ്റവും ഹൃദ്യമായ രീതിയിലാണ് യേശുവിൻ്റെ സംസാരവും വാക്കുകളും. ഗത്സമന തോട്ടത്തിൽ വെച്ച് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വരുമ്പോൾ യേശു യൂദാസിനെ അഭിസംബോധന ചെയ്യുന്നത് സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ടാണ്. പത്രോസ് യേശുവിനെ തിരസ്കരിച്ച ശേഷം യേശു ക്രിസ്തു തൻ്റെ കണ്ണുകളിലൂടെ പത്രോസിനോട് കരുണ കാണിക്കുകയാണ്, ദയയും സമാധാനവും കൊടുക്കുകയാണ് ഉണ്ടായത്. അതുപോലെ നമ്മുടെ വാക്കുകളും മറ്റുള്ളവർക്ക് സുവിശേഷത്തിൻ്റെ സമാധാനം കൊടുക്കുവാൻ വേണ്ടി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. യേശുവിൻ്റെ പീഡാസഹനത്തെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപകരമായ പെരുമാറ്റങ്ങളെയും സംസാരങ്ങളെയും മാറ്റം വരുത്തി ക്രമീകരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മറ്റുള്ളവരോട് നമ്മുടെ വാക്കുകൾ കൂടി പ്രവൃത്തികളിൽ കൂടി കരുണ, ദയ, സ്നേഹം എല്ലാം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ചില പ്രത്യേക നിമിഷങ്ങളിൽ ഒരുപക്ഷെ പതറിപ്പോയേക്കാം. മോശമായ വാക്കുകൾ, പ്രക്ഷുബ്ധമായ വികാരങ്ങൾ നമ്മളിൽ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പരിശോധിച്ച് കുറവുകളെ കണ്ടെത്തി തിരുത്തലിനും തിരിച്ചുവരവിനും ആത്മപരിശോധനയ്ക്കുമുള്ള അവസരമായി ദിനങ്ങളായി ഈ നോമ്പുകാലത്തെ നമുക്ക് ഉപയോഗിക്കാം. ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഭവനം യേശു ഉള്ള ഭവനമാണോ? നമ്മുടെ ഭവനം ദൈവത്തെ ആരാധിക്കുന്ന ഭവനമാണോ എന്നുള്ളതാണ്. യോശുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യേശു ഇടപെടാതെ പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നു. അതുപോലെ നമ്മുടെ ഭവനങ്ങളും പ്രാർത്ഥനാപൂർണമായ ഭവനങ്ങളാക്കി യേശുവുള്ള ഭവനങ്ങളാക്കി മാറ്റാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിന്റെ കുറവിനെ അറിയിക്കാതെ യേശു പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റി. അതുപോലെ നാമും നമ്മുടെ ഭവനങ്ങളിൽ യേശുവിനെ സ്വീകരിച്ച് നമ്മുടെ കുറവുകളെ തീർക്കുന്നവരാക്കാം. യേശുവിൻ്റെ സ്നേഹത്തിൽ എളിമപ്പെട്ട് പ്രാർത്ഥനയിലും സത്യത്തിലും നീതിയിലും ജീവിച്ച് യേശുവിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ നോമ്പുകാലത്തിൻ്റെ ആത്മീയ പരിശീലനത്തിൻ്റെ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും ഉന്നതമായ ദയയെ, കരുണയെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉൾക്കൊള്ളിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.